ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വിഷു കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലാണോ നിങ്ങൾ? അപ്പം നമ്മൾ എന്താണ് കറങ്ങാൻ പോണത്? വിഷുവിൻ്റെ അന്ന് രാവിലെ കണി വെക്കണം, അമ്പലത്തിൽ പോകണം, സദ്യ ആക്കണം. അതൊക്കെ കൊണ്ട് തന്നെ എവിടെയും കറങ്ങാൻ പോകാൻ സമയം കിട്ടാറില്ല. അപ്പോൾ വിഷു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാനും അമ്മയും കസിൻസും മോനും ഒക്കെ കൂടി ഇതാ പയ്യാമ്പലം ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നേരെ പയ്യാമ്പലം ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ പൃഥ്വിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഓടിച്ചാടി മണലിൽ നിന്ന് ഓടിച്ചാടി വീട് തിരഞ്ഞ് കളിക്കുവാണ്. പിന്നെ ഇതാ നമ്മൾ നേരെ ഒട്ടകത്തിനെ കണ്ടുകൊണ്ട് നേരെ ഒട്ടകത്തിനെ ലക്ഷ്യം വെച്ച് അങ്ങോട്ടേക്കാണ് കേട്ടോ പോണത്. 3 ഒട്ടകം ഉണ്ടായിരുന്നു. ഒരെണ്ണം സവാരിക്ക് പോയിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണത്തിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി കയറാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് പൈസയൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 100 രൂപ പറഞ്ഞു. 4 ആൾക്ക് കയറണം. അപ്പോൾ 400 രൂപ ആവുമല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇങ്ങനെ നിന്നപ്പോൾ പിന്നെ കുറച്ച് സെൻറ്റിയൊക്കെ അടിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരാഗ്രഹമല്ലേ, കയറിക്കോ, 4 ആളും കയറിക്കോന്ന്. 200 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായി. ഒരു ബമ്പർ അടിച്ച സന്തോഷം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹം സാധിക്കാനായിട്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ കയറി സവാരി നടത്തുവായിരുന്നു. പകുതിക്ക് എത്തിയപ്പോഴത്തേക്ക് പൃഥ്വിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഒട്ടകത്തിന് മലയാളം അറിയോ, എന്നെ ഒന്ന് താഴെ ഇറക്കി തരുമെന്നൊക്കെ ആയിരുന്നു പൃഥ്വിൻ്റെ ചോദ്യം. പിന്നീട് അതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോണ്ട് വെച്ചപ്പോൾ പറഞ്ഞു, അതൊക്കെ എടുത്തോ, ചവിട്ട് കിട്ടാതെ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അമ്മ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയില്ല കേട്ടോ. ഫോട്ടോസും വീഡിയോസും മാത്രം എടുക്കാനായിട്ട് അവിടെ നിന്നു. കാര്യം മനസ്സിലായിരിക്കുമല്ലേ, നല്ല ധൈര്യമാണ്, അതുകൊണ്ട് തന്നെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കണ്ട സാധനങ്ങളൊക്കെ വാരി വലിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അത്തറും കൂടി വിൽക്കുന്ന ഒരു അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 അത്തറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മരം കണ്ടപ്പോഴത്തേക്ക് പൃഥ്വി അതിൻ്റെ മുകളിൽ ഊരി കളിക്കുവാണ്. പിന്നെ പാനിപ്പൂരി, അങ്ങനെ ഓരോന്ന് കിട്ടുന്നതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ നാളെ കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് നടന്നു പോകാം, പിന്നീട് വണ്ടി കിട്ടുന്നിടത്തുനിന്ന് കയറാം, കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ ആഘോഷിച്ച് പോകാമല്ലോ എന്ന് കരുതി അങ്ങനെ നടന്നു രാത്രിയായി ഗായ്സ്. അപ്പം പകുതിക്ക് എത്തിയപ്പോഴത്തേക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോയിലും കൂടി കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. കൂട്ടത്തിൽ തന്നെ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.